ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൈനി. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് 1111 പോർട്ടലിനെ കുറിച്ചാണ്. ഇന്നൊരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മാജിക്കൽ ഡേ ആണ്. ഇന്ന് നമ്മൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും അത് നമുക്ക് വർക്കൗട്ടാകും, വളരെ ഫാസ്റ്റായിട്ട് വർക്കൗട്ടാകും. കാരണം ഇന്ന് നമുക്കുള്ളിലും ആ ഒരു വൈബ്രേഷൻ ഉണ്ടാവും, ഈ പ്രപഞ്ചത്തിലും ആ ഒരു വൈബ്രേഷൻ അത്രയും ഹൈ ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് കൊടുത്താലും വളരെ ഫാസ്റ്റായിട്ട് അത് അവിടെ റീച്ച് ആവുകയും നമുക്ക് വേണ്ടി വർക്കാവാനും തുടങ്ങും. അതുകൊണ്ട് ആരും മിസ് ചെയ്യാതെ ഇന്ന് തന്നെ എല്ലാവരും ചെയ്യുക. അപ്പം ഇതിനായിട്ട് നമ്മൾ എന്ത് ടെക്നിക്കാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റൈറ്റിംഗ് മെത്തേഡാണ്. വിഷ്വലൈസേഷൻ മെത്തേഡും ഉണ്ട്, അത് ഞാൻ ഫൈനലി പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിന് റൈറ്റിംഗ് മെത്തേഡ് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങളുടെ അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അർജൻറ്റായിട്ടുള്ള ഒരു വലിയ ആഗ്രഹം തന്നെ സെലക്ട് ചെയ്യൂ. ഏത് ആഗ്രഹവും എടുക്കാം. അതിനെ ഒരു പോസിറ്റീവ് അഫർമേഷൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ഇന്ന കമ്പനിയിൽ ഇന്ന സാലറിയിൽ ഇന്ന ജോലി എനിക്ക് കിട്ടിയതിന് നന്ദി, അങ്ങനെ നിങ്ങൾ ഒരു അഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു വീടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഇത്ര സ്ക്വയർ ഫീറ്റിൽ ഇന്ന സ്ഥലത്ത് ഞാൻ വീട് വയ്ക്കുകയും ആ വീട്ടിൽ സന്തോഷമായിട്ടിരിക്കുന്നതിനും നന്ദി, അങ്ങനെ എഴുതാം. ഒരു പ്രഗ്നൻസി ആണെങ്കിൽ, നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് എൻ്റെ കൈകളിൽ വളർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി. ഇങ്ങനെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നടന്നു കിട്ടിയതായി പോസിറ്റീവ് വേർഡ്സ് മാത്രമായിട്ടുള്ള ഒരു സെൻറ്റൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിനെ 12 പ്രാവശ്യം അതിനെ എഴുതണം. ഇതിന് നിങ്ങൾ ബ്ലാക്ക് റെഡ് ഒഴിച്ച്, അതായത് ബ്ലൂവും പച്ച മഷിയും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 1 to 12 പ്രാവശ്യം എഴുതുമ്പോഴും നീ നടന്ന് കിട്ടിയാൽ നിങ്ങൾക്ക് എത്ര ഹാപ്പിനെസ് കിട്ടുമോ ഈ ആഗ്രഹം, അതുപോലെ നടന്ന് കിട്ടിയതായി നിങ്ങൾ അത്രയും ഇമോഷൻസ് കൊടുത്ത് ഫീൽ ചെയ്ത് അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് 12 പ്രാവശ്യവും എഴുതുക. ഒരേ ആഗ്രഹം എഴുതുക എന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അങ്ങനെ നിങ്ങൾ ഇത് എത്ര മണിക്ക് എഴുതണമെന്ന് പറഞ്ഞാൽ 12:12 ഉച്ചയ്ക്ക് 12:12 എഴുതേണ്ടത്. അപ്പോൾ അല്ലെങ്കിൽ രാത്രിയും നിങ്ങൾക്ക് 12 മണിക്ക് എഴുതാം. അതുപോലെ ഇത് 12:12 to 12:59 നിങ്ങൾ എഴുതണം. അതും അല്ലെങ്കിൽ രാത്രിയും 12 to 12 സമയത്തിനും നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാ ഇമോഷൻസും കൊടുത്തെഴുതണം. ഇമോഷൻസാണ് ഇവിടെ പ്രധാനം. കാരണം പ്രപഞ്ചത്തിന് ഭാഷയില്ല, ഇമോഷൻസാണ് പ്രധാനം. നമ്മൾ എന്ത് ഇമോഷൻസ് കൊടുക്കുന്നോ അത് നമുക്ക് കിട്ടും. അതല്ല എനിക്ക് വലിയ ആഗ്രഹങ്ങൾ അങ്ങനെയൊന്നും എഴുതാൻ താല്പര്യമില്ല, എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ടെന്ന് വിചാരിക്കുന്നവർക്ക് ഒരു ബുക്കോ ഡയറിയോ എടുത്ത് വെച്ച് അതിൽ നിങ്ങളുടെ 12 ആഗ്രഹങ്ങൾ 1 by 1 ആയിട്ട് 12 പ്രാവശ്യം അങ്ങനെ എഴുതുക. 12 ആഗ്രഹങ്ങൾ. എന്നിട്ട് നിങ്ങൾക്ക് ഈ പേപ്പർ എന്ത് ചെയ്യണമെന്ന് ഒരു ഡൗട്ട് വരും. അപ്പോൾ ഈ പേപ്പർ വച്ചിരിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം നമ്മളിതിൽ പോസിറ്റീവ് എനർജി മാത്രമാണ് എഴുതി വച്ചിരിക്കുന്നത്, പോസിറ്റീവ് വേർഡ്സ് മാത്രം. അതുകൊണ്ട് തന്നെ അത് എപ്പോൾ എടുത്ത് നോക്കിയാലും അതിൽ നിന്ന് ഒരു പോസിറ്റീവ് എനർജി ഇങ്ങനെ ഫ്ലോ ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്കുള്ളിൽ ഒരു വൈബ്രേഷൻ ക്രിയേറ്റ് ആവുകയും അത് ഈ പ്രപഞ്ചത്തിൽ പോവുകയും നമുക്ക് ആഗ്രഹം വീണ്ടും വീണ്ടും അത് മാനിഫെസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതല്ല, ഈ പേപ്പർ എനിക്ക് വച്ചിരിക്കാൻ താല്പര്യമല്ല, ആരും കാണുന്നത് എനിക്കിഷ്ടമല്ല, പ്രശ്നമാണെന്ന് വിചാരിക്കുന്നവർക്ക് അതിനെ അടുത്ത ദിവസം വേണമെങ്കിൽ കത്തിച്ച് കളയാം, അല്ലെങ്കിൽ കീറിക്കളയാം. അല്ലാത്തവർക്ക് ഈ ആഗ്രഹം സാധിച്ച് കിട്ടിയതിന് ശേഷം നിങ്ങൾ കീറിയോ കത്തിച്ച് കളയുന്നതൊക്കെ ആയിരിക്കും ഏറ്റവും ബെറ്റർ. വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മളിതിൽ കൊടുക്കുന്ന ഇമോഷൻസാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അങ്ങനെ ചെയ്യുക. ഇനി ഞാൻ അടുത്തതായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പവർഫുള്ളായിട്ടുള്ള സ്വിച്ച് വേർഡ് നമുക്കിതിനായിട്ട് യൂസ് ചെയ്യാം. അതായത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്വിച്ച് വേർഡാണ് ഓൾഫ് മാജിക് ബിഗിൻസ് നൗ എന്ന് പറയുന്നത്. ഇത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു സ്വിച്ച് വേർഡാണ്. ഇതിനെ നമുക്കിന്ന് 12 പോർട്ടൽ ആയതുകൊണ്ട് എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ, നിങ്ങൾ 1 to 12 വരെ 12 പ്രാവശ്യം 12 ഓൾഫ് മാജിക് ബിഗിൻസ് നൗ, 12 ഓൾഫ് മാജിക് ബിഗിൻസ് നൗ, 12 വൂൾഫ് മാജിക് ബിഗിൻസ് നൗ, ഇങ്ങനെ നിങ്ങൾ 12 പ്രാവശ്യം അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് എഴുതുന്നതും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകാൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിന് മുമ്പ് നിങ്ങളുടെ ഏത് ആഗ്രഹമാണോ നിങ്ങൾ സെലക്ട് ചെയ്തത് അതിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. ചെയ്തിട്ടിങ്ങനെ ഒരു 12 പ്രാവശ്യം ഇങ്ങനെ ഈ ഞാൻ പറഞ്ഞ ഈ വേർഡ് എഴുതുക. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, നിങ്ങൾ എഴുതുന്നതിന് മുമ്പ് ഒരു ശാന്തമായ സ്ഥലം മാത്രം തിരഞ്ഞെടുത്ത് അവിടെ ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒരു 5 times ഒക്കെ ചെയ്തിട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഈ എഴുതുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് പെട്ടെന്ന് വർക്കൗട്ട് ആവാൻ നിങ്ങളെ സഹായിക്കും.
ഇനി എനിക്കിതുപോലെ എഴുതാനും വർക്ക് ചെയ്യാനും ഒന്നും താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ഞാൻ. അത്രയും ഒരു മടിച്ചിയാണ് അല്ലെങ്കിൽ മടിയനാണ് എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അഫർമേഷൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഞാൻ ആൾറെഡി പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിൽ പോസിറ്റീവ് വേർഡ്സ് മാത്രമേ വരാൻ പാടുള്ളൂ. അതായത് ഇപ്പോൾ എനിക്ക് കുറേ കടമുണ്ട്, ആ കടം തീർന്നതിന് നന്ദി, അല്ലെങ്കിൽ എൻ്റെ രോഗം മാറിയതിന് നന്ദി, ഇങ്ങനെ കടം, രോഗം, ഇങ്ങനെയുള്ള ഒരു വേർഡും അതിൽ വരാൻ പാടില്ല. അങ്ങനെ പോസിറ്റീവ് കാര്യം മാത്രം, എനിക്ക് ഇത്രയും ലക്ഷം രൂപ കിട്ടിയതിന് നന്ദി എന്ന് പറയാം. അതായത് കുറേ മണിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അങ്ങനെ ഒരു അഫർമേഷൻസ്, ഇതേപോലെ എന്ത് കാര്യമാണോ അത് കിട്ടിയതായി ഒരു അഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കതിനെ ഈ സമയം നോക്കി ഒരു 12 പ്രാവശ്യം നിങ്ങൾ ഫീൽ ചെയ്ത് പറയുക. അങ്ങനെ പറയുന്നതും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇമോഷൻസും കൊടുക്കാൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു 12 ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ്, 12 ആഗ്രഹം കിട്ടിയതായി നിങ്ങൾക്ക് പറയാം. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതും ചെയ്യാം. കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. അതായത് ചിലർക്ക് നല്ല രീതിയിൽ വിഷ്വലൈസ് ചെയ്യുമ്പോഴായിരിക്കും വർക്കൗട്ട് ആകുന്നത്, ചിലർക്ക് അഫർമേഷൻസ് പറയുമ്പോഴായിരിക്കും വർക്കൗട്ട് ആകുന്നത്, ചിലർക്ക് റൈറ്റിംഗ് മെത്തേഡാണ്. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം. ആ സമയം നോക്കി നിങ്ങളുടെ ഏറ്റവും അത്രയും അർജൻറ്റായിട്ടുള്ള ആഗ്രഹം കിട്ടിയതായി നിങ്ങൾ അത് നന്നായിട്ട് ഫീൽ ചെയ്ത് ഓരോരോ ചെറിയ കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ഒരു വീടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾ പാല് കാച്ചുന്നതായിട്ടും അവിടെ നിങ്ങളുടെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് എല്ലാവരും വരുന്നതും അവരോടൊപ്പം എൻജോയ് ചെയ്യുന്നതും ആ വീടിൻ്റെ ഓരോ മുക്കും മൂലയും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അങ്ങനെ ഒരു 2-3 മിനിറ്റ് ആ സമയം നോക്കി നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം ചെയ്തിട്ട് ഇന്ന് ഞാൻ പവർഫുൾ ഡേ ആണ് അതുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്തു, എന്നിട്ട് നാളെ എനിക്ക് വർക്കൗട്ട് ആണെന്ന് പറഞ്ഞ് നിങ്ങൾ സൈൻ നോക്കിക്കൊണ്ടിരിക്കരുത്. മസ്റ്റായിട്ട് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ എപ്പോൾ ലെറ്റ് ഗോ ചെയ്യുന്നു അപ്പോൾ അവിടെ പ്രപഞ്ചം അത് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോഴുള്ള കാര്യങ്ങൾ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് ലെറ്റ് ഗോ. അതിനെ വിട്ട് കളയുക. ആ ബുക്ക് ക്ലോസ് ചെയ്തതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനെയും ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഇപ്പോഴുള്ള കാര്യങ്ങൾ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഉടൻ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. കാരണം ഇന്നൊരു പവർഫുൾ ഡേ ആയതുകൊണ്ട് ഉടനെ തന്നെ അത് വർക്കൗട്ട് ആവും. അപ്പോൾ മസ്റ്റായിട്ട് ഇന്ന് തന്നെ നിങ്ങൾ എല്ലാവരും മിസ് ചെയ്യാതെ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.